ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യ റെസിപ്പീസ്. ഇത് നമ്മൾ സദ്യയിലെ സൈഡ് ഡിഷ് ആയിട്ടുള്ള ഓലനാണ് തയ്യാറാക്കിയിരിക്കുന്നത്, കുമ്പളങ്ങിയും വൻപയറും വെച്ച്. അപ്പോൾ ഞാൻ ഒരു കുക്കറിലേക്ക് 5-6 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ച വൻപയർ കഴുകി കുതിർത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ പയറിൻ്റെ അനുസരിച്ച് പയറിനൊപ്പം നിൽക്കണ വിധത്തിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി വേവിക്കാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ചൊന്ന് വേവിക്കാം. ഇനി പയർ വേവണ സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചാൽ കുമ്പളങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഉണ്ടമുളക്, കാന്താരി മുളക് ഞാനൊന്ന് നടുനുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 2-ാം പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വേവിക്കുക. അപ്പോൾ കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഈ തേങ്ങാപ്പാൽ കിടന്നൊന്ന് വേവട്ടെ. അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചാൽ വൻപയർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്കൊരു വിസിൽ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ എൻ്റെ തലേദിവസം ഇട്ടതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ പയറിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. 1-2 വിസിൽ വേണ്ട വരുന്ന വെച്ചാൽ. അപ്പോൾ ഈ പയറിലൊക്കെ ഒന്ന് കിടന്ന് ഈ തേങ്ങാപ്പാൽ കിടന്നൊന്ന് ചെറുതായി വറ്റട്ടെ. എൻ്റെ പയറൊക്കെ നല്ലോണം ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുള്ള പയറാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചെറുതായി വറ്റി വരുമ്പോൾ ഞാൻ 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കുകയാണ്. ഇനി തിളക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ സദ്യയിലെ സൈഡ് ഡിഷ് ആയിട്ടുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടണ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.